ഹലോ മലയാളീസ്, ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ പോകുന്നത് ലുലു മോളിലാണ് കേട്ടോ. എല്ലാ മാസവും ഒരു ദിവസം എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളുണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ. അപ്പോൾ അതെല്ലാം മേടിക്കാനായിട്ട് ഞാൻ പോവാറുണ്ട്. കുറച്ച് തിരക്കുകൾക്കും ഇടയിലും ഫണ്ടൊക്കെ ഒന്ന് കറക്റ്റായി വന്നത് മാസത്തിൽ ഈ ഒരു ഡേയിലായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അതിൻ്റെ പ്രൈസ്, ക്വാളിറ്റി എല്ലാം നോക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ മോർണിംഗ് പോയ ഞാൻ ഉച്ചയായപ്പോഴാണ് തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോയത്. ലുലുവിലൊന്ന് വന്നതാ, ഒരാവശ്യം ഉണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങൾ മേടിക്കാനായിട്ട്. സോ ഗോയിങ് ബാക്ക്. പണ്ട് തൊട്ടേ എനിക്ക് എൻ്റേതായ ചില പേഴ്സണൽ നീഡ്സുകൾ ഉണ്ടാവാറുണ്ട്. അത് ഞാൻ മാറ്റി വയ്ക്കാൻ ശ്രമിക്കാറില്ല. എത്ര എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞാലും, എത്രയൊക്കെ ആണെങ്കിലും എനിക്ക് എൻ്റേതായ, അല്ലെങ്കിൽ ഫാമിലി എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് കുറേ പേഴ്സണൽ നീഡ്സുകൾ ഉണ്ടാവും അല്ലേ. അത് ഒരു ഓവർ ചിലവാണ് എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അത് അവരെ തെറ്റല്ല. ഞാൻ എല്ലാ മാസവും കുറച്ച് പേഴ്സണൽ നീഡ്സ് വാങ്ങാൻ വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോൾ ഞാനത് ഫേസ് ചെയ്തുകൊണ്ട് പറയാം, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചവരുണ്ട്. എനിക്ക് അവരോടൊന്നും ഒരു പരിഭവവും ഇല്ല. ഞാൻ പറയാണ്, സ്ത്രീകൾക്ക് അങ്ങനെ ചില കുറച്ച് നീഡ്സ് ഉണ്ട്. അത് ഗേൾസിന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് ഒരു 2:30 വിജു ചേച്ചിയുടെ ഫ്ലാറ്റിൽ എത്തുന്ന രീതിയിൽ ഞാൻ ഇറങ്ങി. നമ്മളൊരു 3:20 ആയപ്പോഴത്തേക്കും ബ്രൈഡിൻ്റെ അടുത്തെത്തി. ഹലോ മലയാളീസ്, എന്നും വിളിക്കുമ്പോൾ നമ്മൾ ഒന്നിച്ചിരിക്കുകയാണ് അടുത്ത വർക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ തെറ്റ് ചേച്ചിനെ മാത്രം നമ്മളെ വിളിച്ചത്, ചേച്ചിയുടെ മാത്രം തെറ്റ്. ബ്രൈഡിനും അമ്മയ്ക്കുമാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. ബ്രൈഡിനെയും പിന്നെ അമ്മയെയും അനിയത്തെയുമാണ് മേക്കപ്പ് ചെയ്തത്. റൂമിൽ ബെഡിൽ തന്നെ നമുക്ക് എടുക്കാൻ എളുപ്പത്തിന് തന്നെ മേക്കപ്പ് പ്രോഡക്ട്സും ഹെയർ ടൂൾസുകളെല്ലാം തന്നെ സെറ്റ് ചെയ്തു. ഹെയറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പുകളെല്ലാം ഞാൻ സ്റ്റാർട്ട് ചെയ്തു. വിജയ് ചേച്ചി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. സാരി വന്നിട്ട് പ്ലീറ്റൊക്കെ എടുത്ത് അയൺ ചെയ്യാനായിട്ട് അക്ഷര ചേച്ചിയും സ്റ്റാർട്ട് ചെയ്തു. വെഡ്ഡിങ് ഡേ ഫിക്സ് ചെയ്ത ഉടനെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇപ്പം ഏത് ടൈപ്പ് ഓഫ് സാരിയാണ് ലോങ് ലാസ്റ്റായിട്ട് വെയർ ചെയ്യാനായിട്ട് ബെറ്റർ എന്നും, ഏത് കളറായിരിക്കും നിങ്ങൾക്ക് നല്ലത്, ജ്വല്ലറി ആയിക്കോട്ടെ, അത് ചൂസ് ചെയ്യുന്നതിന് സമയത്ത് മുന്നേ തന്നെ ചോദിക്കുകയാണെങ്കിൽ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ എൻറ്റയർ ലുക്കിൽ നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. ചിലരത് വിളിച്ച് ചോദിക്കാറുണ്ട്, ജസ്റ്റ് ഒരു സജഷൻ. ചിലവരത് ചോദിക്കാറില്ല കേട്ടോ. അവർ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്യാണ് ചെയ്യാറ്. അവരുടെ ഒരു ഐഡിയയിലൊക്കെ എടുത്തു വച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മളത് ടോട്ടലി ഒന്ന് സ്റ്റൈലിസ്റ്റായ അക്ഷര ചേച്ചിയും മൊത്തത്തിൽ നമ്മളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഫൈനലൈസ് ചെയ്യും. റൂമിനകത്ത് അല്ലെങ്കിൽ ഹോളിൽ വെച്ചും എടുക്കുമ്പോൾ ചിലപ്പോൾ ബ്രൈറ്റ്നസ് കുറവാണെങ്കിൽ പുറത്ത് വെച്ചും നമ്മൾ വീഡിയോസ് എടുക്കാറുണ്ട് കേട്ടോ. അവർ പോകുന്നതിന് മുന്നേ തന്നെ അങ്ങനെ പുറത്തുനിന്ന് തന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്തു. അതിനുശേഷം തിരിച്ചു വന്നിട്ട് നമ്മൾ പാക്ക് ചെയ്യാൻ തുടങ്ങി പോകാനായിട്ട്. ഇവിടെ നിന്നാണ് കേട്ടോ ആ സൗണ്ട്. താരം. പക്ഷെ എൻ്റെ മുടിയൊന്നും ഒന്നുമല്ല. ഈ മുടി കാണുമ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ എന്ത് വേണ്ടിയിരുന്നില്ല മുടി. സീരിയസ്ലി. ഓ മൈ ഗോഡ്, തൊട്ടിട്ടുണ്ട്, ഇനി കണ്ടു കേട്ടോ. കണ്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് എങ്ങനെയാണ് ചേച്ചി വന്നത്? ബസ് പിടിച്ച് വന്ന് എന്നിട്ട് ഞാൻ മേക്കപ്പ് പഠിച്ചത് ബാംഗ്ലൂരാണ്. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് VLCC ബാംഗ്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പഠിച്ചിറങ്ങുന്നത്. എന്നിട്ട് ഞാൻ മലയാളി, എൻ്റെ നാട് കേരളം എന്നൊക്കെ വിചാരിച്ചാണെങ്കിൽ പക്ഷെ കഷ്ടപ്പെട്ട് പറയാം. എൻ്റെ എൻട്രോ ഫസ്റ്റ് വന്നിരിക്കുന്നത് കോസ്റ്റ്യൂമറായിട്ട് ബഡായി ബംഗ്ലാവിലാണ്, ഷെയർചേട്ടനൊക്കെ ഉള്ള സമയത്ത്. അവിടെ നിന്ന് പിന്നെ നമുക്ക് കോണ്ടാക്ട്സും കാര്യങ്ങളും വന്ന് പിന്നെ നമ്മൾ ഇൻഡസ്ട്രിയിലെ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് എനിക്കിഷ്ടമാണ് ഈ ഫീൽഡ്. ഞാൻ ബിസിനസ് ആയിട്ട് അങ്ങനെ ചിന്തിച്ചിട്ടല്ല ഞാൻ വർക്ക് ചെയ്യുന്നത്. സോ അതിപ്പോ എന്നെ ചെറിയൊരു വർക്കിനെ വിളിച്ചാലും വലിയ വർക്കിനെ വിളിച്ചാലും ഐ ഡു മൈ മാക്സിമം. അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുന്ന കാണുമ്പോൾ അറിയാം നമുക്ക് ആ ഒരു പാഷൻ ഇല്ലാതെ ഇത്രയും ലോങ് ആയിട്ട് ഇങ്ങനെ ഒരു പേഷ്യൻസിൽ ചെയ്യാൻ പറ്റില്ല. മേക്കപ്പ് ആർട്ടിസ്റ്റുകളും മോസ്റ്റ്ലി ഒരു 99.9% ആൾക്കാരും അത് ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. നോട്ട് അബൌട്ട് ലൈക്ക് ഇതൊരു ബിസിനസ് മണി മൈൻഡഡ് അങ്ങനെയല്ല. എല്ലാവരും ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്ന എല്ലാവർക്കും ആ ഒരു ഭംഗിയും ആ ഒരു
സ്മൈൽ അവരുടെ ഫേസിൽ ഉണ്ടാവുന്നത് ആക്ച്വലി നമ്മൾ കൊടുക്കുന്നതിന്റെ ബാക്കിയാണത്. ഐ ആം ഹാപ്പി. വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അത് ഇതാണ് അല്ലേ ഷീ? ഞങ്ങൾ ബ്രൈഡിന് വെച്ചാണ് ഇവിടെ നിന്ന് എടുക്കാന്ന് വിചാരിച്ചത്, പക്ഷെ ഫൈനലി ഞാനായി ബ്രൈഡ്. When it's come to makeup artists, punctuality is a very important and personal matters need to be put aside. എന്ത് ഫംഗ്ഷൻ തന്നെ ആയാലും ആദ്യം ചോദിക്കേണ്ടത് എപ്പോഴാണ് അവർക്ക് റെഡി ആവേണ്ടതെന്നാണ്. കാരണം അതിനനുസരിച്ച് ഇത്ര സമയം വേണമെന്നുള്ളൊരു അവയർനെസ് അവർക്ക് കൊടുത്തില്ലെങ്കിൽ അവർ ഈ ഫംഗ്ഷൻ്റെയൊക്കെ 1 മണിക്കൂർ മുന്നേ വന്നിട്ട് 3 മണിക്കൂറിൽ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യും. കല്യാണത്തിൻ്റെ എല്ലാ പ്രിപ്പറേഷൻസിൻ്റെ തിരക്കുകൾ ഉണ്ടെങ്കിൽ കൂടിയും അതെല്ലാം നേരത്തെ തന്നെ അവർ പ്രിപ്പയർ ചെയ്തിട്ട് മേക്കപ്പിന് ഇത്ര മണിക്കൂർ ഒരു മാരേജിന് മുന്നേ അവർ സ്പെൻഡ് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു കാര്യം അവർക്ക് അവയർനെസ് കൊടുക്കണം. വെഡ്ഡിങ്ങിൻ്റെ ഡേറ്റ് കൺഫേം ചെയ്യാനായിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ടൊരു അവയർനെസ് അവർക്ക് കൊടുക്കണം. എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ ആ വറീസ് എല്ലാം അല്ലെ ഓരോരുത്തർക്കും ഓരോന്നാണ് അവരുടെ മനസ്സിലെ ഹീലിംഗ് പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുക. ചേച്ചിക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്, എങ്ങനെ ഹീൽ ചെയ്യുന്നത്? ഞാനിങ്ങനെ ഒറ്റയ്ക്ക് സംസാരിച്ചെങ്കിൽ ഹീൽ ചെയ്തോളൂ. ചേച്ചി എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്? ഈ ലോകം തന്നെ നമ്മൾക്കൊരു ബിസിനസ്സിൻ്റെ കാര്യമായിരുന്നാലും നമ്മുടെ ഒപ്പീനിയൻ ഒരു സ്ഥലത്ത് പറയുമ്പോഴോ ലോകം തന്നെ നമ്മളെ എതിർത്ത് നിന്നാലും നമ്മുടെ പാർട്ട്ണർ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത് ഭയങ്കര ഒരു ധൈര്യമുള്ളൊരു കാര്യമാണ്. തെറ്റ് ചെയ്തായാലും സപ്പോർട്ട് ചെയ്യണമെന്നല്ല പറയുന്നത്, ശരിയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ പാർട്ട്ണറിൻ്റെ കൂടെ നിൽക്കണം. അത് ഗേൾ അങ്ങോട്ടായാലും ബോയ് ഇങ്ങോട്ടായാലും. എൻ്റെ ഫാമിലിയും ഇനി ഫ്യൂച്ചറിൽ ആര് തന്നെ എനിക്ക് വേണ്ടപ്പെട്ട വ്യക്തികളായാൽ ഈ ലോകം തന്നെ അവർക്കെതിരെ നിന്നാലും ഞാനൊരിക്കലും എനിക്ക് വേണ്ടപ്പെട്ടവരെ തള്ളിപ്പറയില്ല. ഞാനൊരിക്കലും എൻ്റെ ബ്രെയിൻ പറയുന്നത് കേൾക്കാറില്ല, എൻ്റെ മനസ്സ് പറയുന്നതാണ് കേൾക്കാറ്. ഞാൻ സത്യസന്ധമായിട്ടാണ് സ്നേഹിച്ചതെങ്കിൽ യൂണിവേഴ്സ് അതാരെയാണെങ്കിലും തിരിച്ച് എൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാട്ടോ ഞാൻ. ഞാൻ ഒന്ന് ചർച്ച് വരെ പോവാം. മൈൻഡ് ഒട്ടും ഓക്കെ അല്ല. ഞാൻ എല്ലാവർക്കും ഒരു പക്ഷേ സുഹൃത്തുക്കളുണ്ടാവാം. അവർ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് അവരവിടെ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്കതൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ടാവാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആരിലും ഒരു ജെനുവിനിറ്റി ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. നല്ലവരുണ്ടാവാം. അപ്പം എനിക്ക് ആൻസറുകളൊന്നും നമുക്ക് ചർച്ചിലൊന്നും പോയിരുന്നാൽ കിട്ടില്ല അല്ലേ. പക്ഷേ ഞാൻ ഇന്ന് ബൈബിൾ എടുത്തില്ല, എന്തോ എനിക്ക് ഫ്രീ ഹാൻഡ്സ് ആയിട്ട് പോകുന്നു. അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് ബൈബിളൊക്കെ പറ്റുമെങ്കിൽ തുറന്നു വെച്ച് കുറച്ച് വചനങ്ങളൊക്കെ വായിക്കും. സോ ഇപ്പം ഞാൻ അങ്ങോട്ട് പോയി ഞാൻ ഇരിക്കും കേട്ടോ. അല്ലെങ്കിൽ രാവിലെ ഇറങ്ങും. രാവിലെ ഇറങ്ങിയാൽ ഞാൻ ലിറ്ററലി തിരിച്ചു വരുന്നത് ഒരു വൈകുന്നേരമൊക്കെ ആയിരിക്കും. ടൈം എന്നുള്ളതല്ല, ഇറ്റ്സ് നോട്ട് അബൌട്ട് ടൈം. എൻ്റെ മൈൻഡ് എപ്പോഴാണോ ഹീലാവുന്നത് ഓക്കെ ആവുന്നപ്പോൾ ഞാൻ വരും. അമ്മ ഉണ്ടെങ്കിൽ അമ്മയും ഞാനും അച്ഛനും എല്ലാവരും കൂടെ പോകാറുണ്ട്. എന്നെ അവരാക്കിയിട്ട് അമ്മ എൻ്റെ കൂടെ ഇരിക്കും പറ്റുന്ന അത്രയും. അത് കഴിഞ്ഞിട്ട് അമ്മയവരൊക്കെ തിരിച്ചു വരും, ഞാൻ അവിടെ ഇരിക്കും. അതിപ്പോൾ ട്രിവാൻഡ്രത്താണെങ്കിലും കൊച്ചിയിലാണെങ്കിലും അങ്ങനെയാണ് കേട്ടോ. എനിക്ക് അവിടെ കുറച്ച് നേരം ഇരിക്കുമ്പം ഒരു സമാധാനം കിട്ടും. യൂബർ വരാറായി. ഓട്ടോയാണ് ബുക്ക് ചെയ്ത് ഞാൻ കയറട്ടെ. യൂബർ ഓട്ടോയാണ് എടുത്തത്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് കേട്ടോ. പിന്നെ ഇവിടെ റോഡ് അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തോ പണി നടക്കുക. അതുകൊണ്ട് ഫ്ലാറ്റിൽ നിന്ന് അവിടം വരെ നടന്നാൽ മാത്രമേ യൂബറിൽ കയറാൻ പറ്റുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം, ഞാൻ എത്തി കുറേ നേരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. പിന്നെ പ്രൈവസിയുടെ ഭാഗമായിട്ട് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുക്കാതിരുന്നതാണ്. എനിക്ക് ഇത് വന്നാൽ പള്ളിയിലകത്ത് കയറിയാണ് ഇരിക്കാറ്. ഞാൻ ഇതുവരെയായിട്ട് പള്ളിയിലകത്ത് കയറിയില്ല. അടനോ വൈ എനിക്ക് കയറാൻ പറ്റണില്ല. ഒരു മൊത്തത്തിൽ എനിക്കിവിടെ ഒന്ന് ഇങ്ങനെ നടക്കാൻ തോന്നി. ചില സമയത്ത് ഇങ്ങനെ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കും. നടന്ന് ഈ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് ഞാനൊന്ന് മെർജാവും. അതിനുശേഷം ഞാൻ അകത്തോട്ട് കയറാറുള്ളത്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് നടക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്. ഇപ്പുറത്തെ അമ്മ, ഇപ്പുറത്തെ അച്ഛൻ, ചേച്ചിയുടെ നമ്മുടെ ഏഞ്ചൽ കുട്ടി, അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഫ്രെയിം വിൽ ബി പെർഫെക്റ്റ്. എല്ലാം കാണുന്നവനല്ലേ ദൈവം വലിയവനാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ ആഗ്രഹം ദൈവം സാധിച്ചു. എനിക്ക് കൊച്ചിയിലൊരു വീട്, ഒരു കാറ്.
ഞാൻ ഡ്രൈവ് ചെയ്ത് വരുന്നു, അവരെയും കൊണ്ടുവരുന്നു, ചർച്ചിൽ വരുന്നു. അപ്പം ഞാൻ കൊച്ചിയിൽ വരാതെ അവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു എക്സ്പെൻസും കൂടി ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഇതൊക്കെ കാർ ഒരു പോസിബിൾ ആയെന്നെ എനിക്ക്. ഞാനിപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുക. എനിക്കിവിടെ ഒന്ന് പോവാൻ തോന്നിയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ വന്നിരുന്നത് എനിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റൂല. കൊച്ചി വന്നതിന് ശേഷം എത്ര പ്രാവശ്യം ഞാനിങ്ങനെ വന്നിരുന്നിട്ടുണ്ട് എന്നുള്ള. ഈ പള്ളിയല്ല കേട്ടോ, മോസ്റ്റ്ലി വേറൊരു പള്ളിയിലാണ് കൂടുതൽ ഇരുന്നിട്ടുള്ളത്. ഇവിടെ ഭയങ്കര റെയർ ആയിട്ടാണ് ഇരുന്നത്. പക്ഷെ എവിടെ ആണെങ്കിലും ഇവിടെ ടൈമുണ്ട്. ഇവിടെ ഇപ്പോൾ ക്ലോസ് ചെയ്തു, ടൈം ലിമിറ്റേഷൻ ഉണ്ട്. മറ്റേ പള്ളിയിലില്ല. അവിടെ എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരിക്കാം. ഭയങ്കര നോയ്സ് ആയിട്ട് ഞാൻ പറയുന്നത് കേൾക്കൂല, വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും. സോ അപ്പം എനിക്ക് തോന്നി മൈക്ക് ഓൺ ആക്കാം. എവിടെ നേരത്തെ ഞാൻ പള്ളിയിലേക്ക് കയറുന്ന ആ സമയത്ത് മുകളിൽ ഒരു മൂണുണ്ടായിരുന്നു. ഉണ്ട് കേട്ടോ മോൻ. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നെ പോലെ എല്ലാം നേർവഴിയിലേ നേടുള്ളൂ എന്ന് ദൃഢമായിട്ട് മനസ്സിൽ ഡിസൈഡ് ചെയ്ത കുറേ പേരുണ്ട്. അവര് ഒറ്റപ്പെടും, കരയും, ചിലപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ഫേവർ ചെയ്യുമെന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും ചില സമയത്ത് ചെയ്യില്ല. അവര് വേറെ വല്ല കാര്യങ്ങളിലും ആയിരിക്കാം. ചിലപ്പോൾ നെഗറ്റീവ് സാത്താന്റെ ഇടപെടൽ കാരണം ആ സമയത്ത് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല അവരെ. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ ഞാൻ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും എനിക്ക് അറിയാൻ പറ്റും എന്നെ പോലുള്ളവർ എത്രമാത്രം വിഷമിക്കുമോ എന്നുള്ള. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഈ ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും, അച്ഛന്മാർക്കും, എൻ്റെ പ്രായത്തിലുള്ളവർക്കും, കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്നെ പോലുള്ളവർ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് ഈ ഒരു ലോകത്ത് ജീവിക്കാൻ. ഭയങ്കര പാടാണ്. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഫുഡ് ഞാൻ പുറത്തുനിന്ന് കേട്ടോ മേടിച്ചത്, ബീഫും പൊറോട്ടയും. അപ്പോൾ ശരി, ബൈ ഗായ്സ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ.